ഈ സമയത്താണ് ഇന്നിപ്പോൾ അമിത് മാളവ്യ ബി.ജെ.പിയുടെ വക്താവാണല്ലോ. അമിത് മാളവ്യ പങ്കുവച്ച ഒരു ട്വീറ്റ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ ഒരു ഒറ്റുകാരൻ എന്ന നിലയ്ക്ക് ചിത്രീകരിക്കുന്ന, ആ നിലയ്ക്ക് ഷാബാസ് ഷെരീഫിൻ്റെ പകുതി മുഖവും രാഹുൽ ഗാന്ധിയുടെ പകുതി മുഖവും ഒക്കെയായുള്ള ഒരു ചിത്രം വരെ പങ്കുവെച്ചുകൊണ്ടാണ് ആ നിലയ്ക്കുള്ള പ്രചാരണം നടത്തുന്നത്. അതായത് ഇതിനെ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചില്ല, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. മാത്രമല്ല, ഇന്ത്യയുടെ ജെറ്റുകൾ നഷ്ടമായോ എന്ന ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാരും ഉന്നയിക്കുന്ന ചോദ്യമാണ്. സ്വാഭാവികമായും അത് സംബന്ധിച്ചുള്ള പലതരം ചർച്ചകൾ ലോകവ്യാപകമായി നടക്കുന്നു. സ്വാഭാവികമായും പൗരൻ അറിയേണ്ടതുണ്ട്, ഇന്ത്യ അറിയേണ്ടതുണ്ട്, പ്രതിപക്ഷം ഉറപ്പായിട്ടും അറിയേണ്ടതുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ആ നിലയ്ക്ക് അവതരിപ്പിക്കുക എന്നത് എന്തായാലും പ്രധാനമന്ത്രിയെ ആ രീതിയിൽ അവതരിപ്പിക്കാൻ കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ തയ്യാറായിട്ടില്ല. പക്ഷേ തിരിച്ച് ഈ രീതിയിൽ ഇതിനെ രാഷ്ട്രീയം മാത്രം എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്തുള്ള ചില തലങ്ങളിൽ തന്നെ ഈ വിഷയത്തെ എടുക്കണം. കാരണം ഈ രാഹുൽ ഗാന്ധിയെ മാത്രം മുൻനിർത്തിയല്ല, ഞാൻ ഈ വിഷയത്തിൽ അറസ്റ്റിലായ ചില ആളുകളുടെ പേര് കൂടെ വായിക്കാം. ഒന്ന്, ഈ ജ്യോതി മൽഹോത്ര, ദേവേന്ദ്ര സിംഗ് ധില്ലൻ, പാലക്ഷേർ മാൻസിഫ്, സൂരജ് മാസി, അക്ഷയ് രവി നായിക്ക്, വേതൻ ലക്ഷ്മൺ ടണ്ടൻ. കേട്ടല്ലോ, പേരുകളൊക്കെ കേട്ടല്ലോ. സാധാരണ ഇവിടെ എന്തെങ്കിലും ഒരു കേസുണ്ടായാൽ അല്ലെങ്കിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ ഇവരൊക്കെ ഈ പേര് കൊണ്ടും രൂപം കൊണ്ടും ആളെ തിരിച്ചറിയാമെന്ന് പറഞ്ഞവർ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭരണനായകന്മാരൊക്കെ തന്നെയാണെന്നുള്ളത് ഓർക്കണം. അപ്പോൾ ആ രീതിയിൽ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥ കുഴപ്പക്കാർ ഇവരൊക്കെ കുഴപ്പക്കാരാണോ എന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ പോലും ഈ ആരോപണ വിധേയരായി ആദ്യം പിടിയിലായിരിക്കുന്ന ഈ കക്ഷികളൊക്കെ തന്നെ അങ്ങനെ പേര് കൊണ്ടും മതം കൊണ്ടും രൂപം കൊണ്ടും ഒന്നും തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളല്ല എന്നതുകൂടി ഈ സമയത്ത് ഓർക്കണം.